രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. ഒറ്റ മൈൻഡ് രാവിലെ എണീറ്റപ്പോ തോന്നി നെട്ടേ പോവാന്ന്. അപ്പൊ പിന്നെ ഞങ്ങൾ ഒറ്റ മൈൻഡോടെ വണ്ടി എടുത്ത് ഞങ്ങൾ അങ്ങ് പോയില്ലേ. ഞങ്ങള് എന്ത് തോന്നി അപ്പ ചെയ്യും, ഞങ്ങൾ പിന്നത്തേക്ക് വെക്കൂല അല്ലേ. ഒറ്റ മൈൻഡ്. നിലവില് ഞങ്ങള് കാട്ടാക്കടയെ നോക്കും. അപ്പൊ നമുക്ക് ഗായ്സ് അങ്ങനെ ഞങ്ങള് വന്നോണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു മറ്റേ ഞാൻ കാണിച്ചു തരാം, ഒരു വലിയ നാരൊക്കെ ഉണ്ടല്ലോ. അത് കണ്ടപ്പോൾ അതിലേക്കൊരു മോഹം അത് വേണമെന്ന്. അപ്പൊ പിന്നെ ഞങ്ങളത് ഒരു വീട്ടിൽ കയറി ചോദിച്ചു നോക്കാം, തരുവോ തള്ളക്ക് വിളിക്കാന്ന് പറഞ്ഞു. ലൈഫിൽ എല്ലാ അഡ്വഞ്ചറും നമ്മൾ ചെയ്യണമല്ലോ അല്ലേ. പട്ടിയുണ്ട് ഓക്കെ, ഞാൻ ചോദിക്കാം. ഈ നാരങ്ങയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന്റെ പേരറിയാവുന്നൊരു കമന്റ് ചെയ്യുക. ഈ നാരങ്ങയുടെ പേരെന്തോ? ഈ കമ്പിളി നാരങ്ങയാണ് ഞങ്ങള്, കമ്പിളി എന്നും പറയും, ബബ്ലൂസ് എന്നൊക്കെ പറയും. ഇത് പറിക്കാനാണ് വന്നത്. ഞങ്ങളിങ്ങനെ വഴി കൂടെ പോവായിരുന്നു ഗായ്സ്, നെട്ടയിൽ പോവായിരുന്നു. അങ്ങനെ കിട്ടിയിരിക്കുന്ന ബബ്ലൂസ് നാരങ്ങ. താങ്ക് യു ആൻറ്റി. ഗൈസ് നിങ്ങൾ അത് കാണുന്നുണ്ടോ? നൈസ്. ഊട്ടിയിലൊക്കെ ഉള്ള പൂവല്ലേ അത്? നൈസ് അല്ലേ? വാവ്, മിഷൻ സക്സസ്. അപ്പൊ ഞങ്ങൾ വ്ളോഗ് നമുക്ക് പോവാം. ഇത് വെച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യുള്ളൂ, അടുത്ത കണ്ടന്റ് ഉള്ളതാണ്. ഞങ്ങൾ ഇങ്ങനെ ഈ വഴി കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോ അതിലൊരു കണ്ണിൽ ആകർഷമായ നാരങ്ങപ്പെട്ട് ഞങ്ങള് വണ്ടി നിർത്തി. പെട്ടെന്ന് അടുത്ത വീട്ടിൽ വലിഞ്ഞു കയറാം. ഗൈസ് നിങ്ങൾ ഈ വീഡിയോയിൽ അടുത്ത ഷോട്ടിൽ കാണുന്നത് ഞങ്ങൾ വല്ല മാവിന്റെ മണ്ടയിലായിരിക്കും. അപ്പൊ നമുക്ക് പോവാം. എനിക്കൊന്ന് വായി തുറന്ന് റോഡിൽ പോകും. അത് കണ്ടാമല്ലോ. ഗൈസ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. അപ്പം നമ്മൾ വിചാരിച്ചു നല്ലൊരു സീനറി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാന്നല്ലേ. കാണിച്ചു തരാം. കണ്ട ഗൈസ്, ഇത് ഏത് ലേക്ക്? ഈ ലേക്കിന്റെ പേരെന്തോന്ന്? ഈ ലേക്കിന്റെ പേരെന്താ? ഇത് നെട്ട. ഇവിടെ ഒരു പോവാൻ വഴിയുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് ആ ലേക്കിലോട്ടാണ്. നമ്മള് ഫുഡ് കഴിക്കാൻ പോണു. ഇതാണ് ലേക്ക്. പക്ഷെ നമ്മൾ ലേക്കിലോട്ട് ഇറങ്ങുന്നില്ല, നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പോകും. ഇതാണ് അതിലുണ്ടാക്കിയ എഴുത്തടി കിടലി. എന്താണത്? അപ്പൊ നമുക്ക് കഴിക്കാം ഗൈസ്. നമുക്ക് കഴിച്ചിട്ട് വാട്ടർഫോൾസിൽ പോകണം. എനിക്ക് കിളിപ്പച്ചല കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിളിപ്പച്ചലയിൽ കഴിക്കാൻ. വീഡിയോ എടുത്തില്ലല്ലോ. ആൻഡ് ഈ ചട്നിയാണ് എൻ്റെ ഫേവറേറ്റ്. വാവ്. അതെടുക്കല്ലേ, ഇതും തോണ്ടിയിട്. അതല്ല അവക്ക് വീട്ടിൽ കൊടുക്കാത്തത് പറഞ്ഞ വഴിക്കുള്ള സ്ഥലം. ദിസ് ചട്നി ഈസ് മൈ ഫേവറേറ്റ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമുക്കിനി പോവാം ഗൈസ്.
കണ്ടോ ലേക്ക് 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 പൊളി. പക്ഷെ ഇറങ്ങാൻ പറ്റൂല അവിടെ ഈ ഇടയ്ക്ക് എന്തോ അല്ല ഇനിയിപ്പോ അവിടെ പോണ് വാട്ടർഫാൾസിൽ പോണം അപ്പം സമയമില്ല അതുകൊണ്ട്. ഞാൻ അവിടെ നിന്നപ്പോഴേ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് തുറക്കണമെങ്കിൽ തുറക്കാം. അപ്പം ഞാൻ ഇല്ല പോണെന്ന്. പാവം. സോ ലെറ്റ്സ് ഗോ. എന്തോ പറ്റി ക്യാമറയ്ക്ക്? കരിയേപ്പല വേണോ ചോദിക്കട്ടോ? ഇതോ അവരെ വ്ളോഗ് എവിടെ തിരിഞ്ഞിരുന്ന അവളെ വിളിച്ചോണ്ടിരിക്കണ. അപ്പൊ നമ്മളൊക്കെ ഒരു വീട്ടിലുള്ള എന്നെ ഏകദേശം അമ്മാവന്റെ മക്കളൊക്കെ ആയിട്ട് വരും നമുക്ക്. എന്ത് ബ്ലറായിട്ടിരിക്കുന്നു. ഇത്ര നേരം ബ്ലർ വീഡിയോ ഗൈസ് എടുത്തോണ്ടിരുന്നത്. നിങ്ങൾക്ക് എല്ലാം മയങ്ങി തെളിഞ്ഞുവെങ്കിൽ ക്ഷമിക്കണം. പോവാം നമുക്കിനി. കണ്ട ഗൈസ് വീട്ടിൽ കിണറില്ലാത്തോണ്ടാണ്. ഓക്കെ ലെറ്റ്സ് ഗോ ഗായ്സ്. പോവാം മാളു. കഴിച്ച മതിയായ 2 ഇഡ്ഡലി കൂടെ വേണോ? ഞാൻ 4 കൊണ്ടുവന്നേലും 3 തിന്നുള്ളൂ. ഹെൽമെറ്റ് വെച്ചോ. ഇനി ഹെൽമെറ്റ് വെച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ വന്ന് ഞങ്ങള് നെട്ടയില് ലേക്ക് കാണാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ ലേക്ക് കാണാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞങ്ങള് ട്രിപ്പരപ്പാണ് ഇത് വാഴവന്തൂരല്ലേ വാട്ടർഫോൾസ്. അങ്ങനെ ഞങ്ങള് തൃപ്പരപ്പ് വാട്ടർഫോൾസിൽ വന്നു. ഞങ്ങള് നെട്ടയിലാണ് വരാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ നെട്ടയിലെ ലേക്ക് ഓപ്പൺ അല്ല. അവിടെ എന്തോ അപകടമോ മരണമോ എന്തോ സംഭവിച്ചതുകൊണ്ട് അവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ അതിരപ്പള്ളി അതിന്റെ പേര് തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ വെള്ളം കണ്ടെടുത്ത് ചാടുമെന്ന് പറഞ്ഞൂടാ, നോക്കാം. ഇവിടെ നല്ല ഫ്രഷ് ചിപ്സും ചക്കവറ്റലും എല്ലാ വറുക്കണുണ്ട്. അപ്പം ഇത് വാങ്ങിക്കാൻ കയറി. നഷ്ടമായി പോയെങ്കിലേ നല്ല വെയില്ല. ഇന്ന് കരിയും. ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മ ചോദിക്കും ആരാ ശനിയാഴ്ച പാന്ന് പറയും. ഇത് കൊള്ളാം. ഇത് മരിച്ചിനി പറ്റൽ. വേണ്ട അവ എന്നെ പിടിച്ച് കുലുക്കും. ഇത് പാത്ത് വന്നിട്ട് ചിപ്സ് കൊടുക്കും. ഇത് വെള്ളച്ചാട്ടത്തിലെടുത്ത് ചാടണമെങ്കിൽ ഇത് വേണം അല്ലേ? ചിപ്സ് വേണോ ടിക്കറ്റ് വേണോ? നിറയെ കടകളുണ്ട്. എന്ത് വേണമെങ്കിലും വരും. ഹലോ ഹായ്.
നല്ല കമ്മീനെ എല്ലാവരും വെള്ളം നല്ല വീടൊന്നും അല്ല. ഈ പറഞ്ഞാൽ കുളിക്കണമെന്നുണ്ട് ഈ വെള്ളത്തിലല്ലേ. പക്ഷെ ഞങ്ങള് പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒന്നും എടുത്തില്ല, ഡ്രസ്സ് ഒന്നും എടുത്തില്ല. നെട്ടേന്ന് പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നതാണ്. അല്ലെങ്കിൽ നമ്മള് ഈ വെള്ളം കണ്ടിട്ട് വിരുവിരാ വരണല്ലേ കുളിക്കാൻ. കുളിക്കണമെന്നുണ്ട്. ഇത് അമ്പലമാണെന്ന് തോന്നുന്നു അല്ലേ. എന്തായിരിക്കും ഇവിടുത്തെ ഹിസ്റ്ററി? തമിഴരാണ്. നോക്കട്ടെ. Wow. ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ അക്ഷയ പാത്രം അങ്ങനെ ഒരു ഹോട്ടലിലാണ്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചാനൽ പോലെ ഒരു റബ്ബർ തോട്ടമാണ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് കാണാവോ ഗായ്സ്? കണ്ട 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 നല്ല രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നേക്കാട്ടിലും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഹലോ ഗേൾസ്, ഹായ് പറ. ടയർഡായി ഗേൾസ്. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ച് ഇത്രയും ട്രാവൽ ചെയ്തപ്പോൾ അത് ദഹിച്ച്. അപ്പോൾ നമുക്ക് നമ്മൾ ശരിക്കും ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെട്ടയിലെ ലേക്ക് കാണാനും ഈ അക്ഷയപാത്രം ഭയങ്കര ഫേമസ് ആണ് ഈ ഷോപ്പ്. ഇവിടുത്തെ ഫുഡ് കഴിക്കാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അതുകൊണ്ട് തന്നെ നെട്ടയിലെ ലേക്ക് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ കുറച്ച് അപകടമൊക്കെ നടന്നതുകൊണ്ട് അതിപ്പോൾ ക്ലോസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ പോയി. അപ്പോൾ നമ്മൾ വാട്ടർഫാൾസൊക്കെ കണ്ടതിന് ശേഷം നെട്ട പോണ റൂട്ടിൽ തന്നെ ഒരു ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ അക്ഷയ പാത്ര എന്ന് പറയും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അത്യാവശ്യം ഫേമസ് ആണ് ഈ കട. ആ കടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഭയങ്കര വേർത്തായിരുന്നു. നല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഫുഡ് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ആ ചോറും ചിക്കൻ പരട്ടും മരിച്ചിനിയും ഫിഷ് ഫ്രൈയും സാലഡും അച്ചാറും ചമ്മന്തിയും തോരനും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഒരു ഫുഡായിരുന്നു. മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞു. ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വന്നത് ഫസ്റ്റ് ടൈമാണ്. ഈ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അവർ മുമ്പ് വന്നിട്ടുണ്ട്. അവർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനും കൂടെ വന്നത് ഇപ്രാവശ്യം.
അങ്ങനെ എനിക്ക് വന്നത് ലാഭമായി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേർ ഇത്രയും ഹെവി മീൽസ് കഴിച്ചിട്ടും 490 രൂപ ആയിട്ടുള്ളൂ. അതാണ് ഹൈലൈറ്റ് ഗൈസ്. ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ളൊരു ഫുഡിന് ഇത്രയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ആയിരിക്കും കൊടുക്കണത് എനിക്ക് തോന്നുന്നു ഗൈസ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്യണം, മസ്റ്റായിട്ട് വന്ന് ഫുഡ് കഴിക്കണം. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് തലക്കറിയാണ് ഇവിടുത്തെ മെയിൻ. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് പേര് വന്ന് തലക്കറിക്ക് ഓർഡർ തന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കലാപമണിയുടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല വൈബ് അടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു ഗൈസ്. നല്ല ഡാൻസൊക്കെ കളിച്ച് വൈബായിട്ട് ചില്ലായിട്ടിരുന്ന് ഫുഡ് കഴിച്ച്. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ളത് കാരണം ഞങ്ങൾക്ക് കഴിച്ചഴിക്കാൻ കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ ഞങ്ങൾ മുഴുവനും കഴിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും വന്ന് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യണം, ഫുഡ് കഴിക്കണം. കലാപമണിയുടെ പാട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. കലാപമണിയുടെ പാട്ടൊക്കെ ആയിരിക്കും നമുക്ക് വൈബ് അടിച്ച് കഴിക്കാൻ വേണ്ടി അവർ ഇട്ടിരുന്നത്. അപ്പം എല്ലാവരും എന്തായാലും വിസിറ്റ് ചെയ്യണം ഈ ഷോപ്പ്. നന്നായിട്ടുണ്ട്, മനസ്സ് നിറഞ്ഞ കഴിക്കാൻ നല്ല രസമുണ്ടല്ലോ. മനസ്സിന് എല്ലാം അടിപൊളി. വയറ് നിറഞ്ഞു വയറ് നിറയണം, മനസ്സും നിറയണം. ശരി, നിങ്ങൾ വീണ്ടും വരണം. നിങ്ങൾ വീഡിയോ ഇടുമ്പോ എല്ലാരോടെയും പറഞ്ഞിരിക്കും. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹായ് കൊടു. ഹായ്, എല്ലാവർക്കും നന്ദി. വൈറ്റിൽ ഗ്രേപ്പ് ജ്യൂസ് കുടിക്കൂ, ഡൈജഷൻ വെരി ഗുഡ്. വൈറ്റിൽ ഇനി ഒരു തുള്ളി സ്ഥലമില്ല, എവിടെയെങ്കിലും പോയി പ്രസവിച്ചാൽ മതി. 4 ഇഡലിയും എല്ലാം കുത്തിക്കയറ്റി ചിക്കനും ചമ്മന്തിയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ 2 പറ ചോറും മരിച്ചിനി, ചിക്കൻ പെരട്ട്, പിന്നെ എന്തോന്ന് കുറേ ചെറിയ അല്ലറ ചില്ലറ കറികളെല്ലാം കഴിച്ച് ഗൈസ് വയറ് നിറഞ്ഞു. ഈ അവസ്ഥയിൽ വണ്ടി എടുത്താൽ ശരിയാവൂല. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഗൈസ് ഒരുപാട് കഴിച്ചാന്ന് ചോദിച്ചാൽ ഒരു ലിമിറ്റിൽ ഞാൻ കഴിച്ചു. പക്ഷേ അത്രയും കഴിച്ചപ്പോൾ തന്നെ എന്നെ കൊണ്ട് ഒട്ടും പറ്റണില്ല ഗൈസ്. അപ്പം ജിമ്മിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ ഹെവി ആയിട്ട് കഴിക്കണം, നല്ലവണ്ണം വെക്കുള്ളൂ, മീൻസ് മസിലൊക്കെ വരുള്ളൂ. അപ്പം നമ്മൾ ഹെവി ആയിട്ട് ഞാൻ ആ സമയം എങ്ങനെ കഴിക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്ക് ഇത്രയും കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു അടി നടക്കാൻ വയ്യ. ഞാൻ വിചാരിച്ചു ഇവിടെ നിറയെ ആൾക്കാരില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സസൈസ് ചെയ്യാം, സൂംബ എയറോബിക്സ് എന്തെങ്കിലും കളിക്കാൻ, എന്നാലേ ദഹിക്കുള്ളൂ വയറ്റിൽ കിടക്കണം. വേണ്ട, ഇനി ഒരു തുള്ളി സ്ഥലമില്ല, എനിക്കൊന്നുമേ വേണ്ട. ഇത്രയും ഫുഡ് കഴിച്ചതിന് നിനക്ക് എന്താണ് പറയാനുള്ളത്, നിന്റെ അഭിപ്രായം? പോവാത്തത് കൊണ്ട് ഒരു പെരുക്കം. വീടെത്തിയിട്ട് സുസു പോകുമ്പോ സെറ്റ് ആവും. പക്ഷെ വീടെത്താ ഇനി 40 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അവിടെ വരെ. ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ല ഒന്നിന് പോവാൻ, യൂറിൻ പാസ് ചെയ്യാൻ. ഗൈസ് 2 പിടി ചോറിന് 2 കുപ്പി വെള്ളം കുടിച്ചു ഗൈസ്. അതാണ് മെയിൻ. 2 ലിറ്ററിന്റെ വെള്ളം തീറ്റ നമ്മള് ശരിക്കും എല്ലാവരും ആഹാരത്തിന് ശേഷം ഈ വെള്ളം കുടിക്കണം. പക്ഷെ ഞങ്ങളുണ്ടല്ലോ ആഹാരത്തിന് മുമ്പ് 2 കുപ്പി വെള്ളം കുടിച്ചിട്ട് ആഹാരം കഴിക്കുള്ളൂ. പിന്നെ നമ്മൾ മുഴുവൻ കഴിച്ചില്ലെങ്കിൽ അവര് അമ്മച്ചി നമുക്ക് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ 3000 രൂപ അടയ്ക്കണമെന്ന് തമാശ പറഞ്ഞായിരിക്കാം. അത് പേടിച്ച് നമ്മൾ മുഴുവൻ കഴിച്ചാൽ ചെറിയൊരു 400 എത്രയായി ടോട്ടല് ഫുഡിന്. നമ്മൾ അത്രയും കഴിച്ചിട്ട് നമുക്ക് 545 ആയുള്ളൂ ഗൈസ്. ഭയങ്കര വേർത്ത് ആയിട്ടുണ്ട് ഇന്നത്തെ ദിവസം. അങ്ങനെ പക്ഷെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അത്രയും ഒരുപാട് എമൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു തമാശയ്ക്ക് പറഞ്ഞാണ്. പക്ഷെ നമ്മളെല്ലാം കഴിച്ചത് പേടിച്ചിട്ട്. ഈ ഒരു ഇടവേളയിൽ എന്താണ് പറയാനുള്ളത്? ആ ഒരു ലിഫ്റ്റ് കിട്ടിയാൽ അത്രയും സന്തോഷം. ഈ നട്ട റൂട്ടിലോട്ടൊക്കെ പോണവരും ഈ സുഭദ്രമ്മയുടെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴി കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. പക്ഷെ നൈസായിരിക്കും, കറി കഴിച്ചോ. എന്തായാലും തൃപ്പരപ്പ് എല്ലാം പോണത് ഈ ഒരു റൂട്ടിൽ തന്നെ. അപ്പൊ നിങ്ങൾ കേട്ടാ കൊളാബൊന്നും അല്ല, ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. നൈസ് നൈസ് നൈസ്. നിങ്ങൾക്ക് നല്ല അതിമനോഹരമായ വ്യൂ കാണാം, നല്ല വ്യൂസ് ഉണ്ട്. ഈ ഇടയായിട്ട് അതിന്റെ കുറച്ച് മെലിഞ്ഞിട്ടുണ്ടല്ലേ, ബാറ്ററി പോലെ കൊക്കയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറഞ്ഞ് നമുക്ക് കാർ എടുത്തിട്ട് വരാം, എന്നിട്ട് അത് കേട്ടില്ല. പക്ഷേ ഇറങ്ങാൻ നേരത്തെ കീ കാണാനില്ല, അതുകൊണ്ട് മാത്രം.
അതുകൊണ്ട് മാത്രം. കാർ ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്പ്ലോറിംഗ് ഇല്ല. സ്കൂട്ടറിൽ വന്നാലും എക്സ്പ്ലോറിംഗ് ഉള്ളൂ. House of Honey. ഗൈസ് കുറേ ദൂരം പോയി, പിന്നെ വേറെ വഴി കൂടെയൊക്കെ വന്ന് ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചതിച്ചു. സോ അപ്പം നമ്മൾ വേറെ വഴി കൂടെയൊക്കെയാണ് പോയത്. അപ്പം വണ്ടി എടുത്തുകൊണ്ട് പിന്നെ വേറെ ഷോട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോസ് കാണണം. ഓക്കെ, ബൈ. എപ്പത്തേ ഉള്ളൂ. ടാറ്റാ.